അപ്പോൾ നമുക്കിന്നൊരു ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ടയും കുറച്ച് പാലും ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ആ സമയമാകുമ്പോഴേക്കും മിൽക്ക് ബ്രെഡ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ബ്രെഡ് ഉണ്ടെങ്കിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ബ്രെഡ് എടുത്ത് അതിൻ്റെ 4 ഭാഗവും ഞാൻ സ്ലൈസ് ചെയ്ത് മാറ്റും. ഇഷ്ടമുള്ളവർക്ക് സ്ലൈസ് ചെയ്യാം, സ്ലൈസ് ചെയ്തിരിക്കുക, എന്താ വെച്ചാൽ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഒരു പാനിലേക്ക് ഞാൻ നെയ്യാണ് എടുത്തിരിക്കുന്നത്. ബട്ടർ എടുക്കാം, അത് കുറച്ചുകൂടി നല്ലതാണ്. അത് എടുത്ത് ചൂടായതിന് ശേഷം നമ്മുടെ ബ്രെഡും ആ ബാറ്ററിൽ മുക്കിയിട്ട് ഒന്ന് തിരിച്ച് മറിച്ച് നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഒന്ന് ഹൈ ഫ്ലെയിമിലായി കുറച്ച് മീഡിയം ഫ്ലെയിമിലായി കഴിഞ്ഞാൽ അപ്പോൾ അത് കരിഞ്ഞു പോവും, പിന്നെ എടുക്കാൻ കിട്ടാത്തൊരവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നേരെ ലുട്ട് വന്നു കേട്ടോ. അവന് ഫ്രഞ്ച് ടോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു ചായ ഉണ്ടാക്കി. അപ്പോൾ ലുട്ടു കളഞ്ഞു പോയിട്ടുള്ള അവൻ്റെ സ്നാക്ക് ബോക്സ് കൊണ്ടുവന്നത്, അപ്പോൾ അതിൻ്റെ വിശേഷമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ചായ ഒരു സൈഡിൽ തിളച്ച് വന്നു. ഞാൻ ചായയിൽ 2 ഏലക്ക ഇടും കേട്ടോ, അത് എനിക്കിഷ്ടമാണ്. അങ്ങനെ ചായ ആറ്റി ഞങ്ങളിത് അടിപൊളിയായിട്ട് വൈകുന്നേരത്തെ ചായയും ഫ്രഞ്ച് ടോസ്റ്റും കഴിച്ചു.